പണ്ടൊക്കെ നേരത്തെ എഴുന്നേറ്റ് കാറ്റിസത്തിന് പോകാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കലിയുള്ളൊരു കാര്യമാണ്. കാരണം ശനിയാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ചയും കഴിഞ്ഞ് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞ് ഈ കാറ്റീസത്തിന് പോകുന്നത് ഭയങ്കര ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയായിരുന്നു. പക്ഷേ കാറ്റീസം കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എൻ്റെ പിള്ളേരിപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വന്ന് കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുകയായിരിക്കും. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കാറ്റീസത്തിനൊന്നും പോകാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോകാമെന്ന്. ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഇടയ്ക്കൊക്കെ എനിക്ക് ഉണ്ടാവും. മാനസാന്തരം തോന്നുന്നു, അറിയില്ല. അങ്ങനെ ചേച്ചീനെയൊക്കെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. പക്ഷേ ചേച്ചി എഴുന്നേറ്റില്ല, അനിയനാണ് എഴുന്നേറ്റത്. പിന്നെ അടുത്ത ചടങ്ങ് ഡ്രസ്സ് തപ്പലായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് അതെടുത്തൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസാണ് കുടിച്ചത്. ചായ ഒന്നും ഞാൻ ഇപ്പോൾ കുടിക്കാറില്ല രാവിലെ. അങ്ങനെ സെറ്റായി. പള്ളിയിൽ പോകുന്നതിന് മുന്നേ അമ്മയുടെ അടുത്ത് പോകാമെന്ന് പറയുമ്പോൾ അമ്മയുടെ പണികളൊക്കെ തുടങ്ങി നേരത്തെ എഴുന്നേറ്റിട്ട്. ചിക്കൻ കറിയുടെ മണം അടിച്ചാൽ തന്നെ നമുക്കൊരു വൈബ് കിട്ടും. വന്നു കഴിഞ്ഞാൽ തിന്നണമല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ അമ്മയുടെയൊക്കെ വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. നോർമൽ സൺഡേയിലുള്ളൊരു പരിപാടിയാണിത്. തല ചീകുക, വൃത്തിയാക്കുക, പിന്നെ മാക്സിനെ കുറച്ച് നേരം ചൊറിയാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ്. പിന്നെ ഇവൻ എങ്ങോട്ടോ വൈക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ടായി. കുറച്ച് നേരം പറയായിരുന്നു ഫേമസ് ആക്കില്ലേന്ന്. ഞാനൊന്നും ഫേമസ് ആകാൻ പോകില്ല. ഞാനും കുറച്ച് അൽഖുലത്ത് പരിപാടി ചെയ്തു. കാരണം മുഖം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോർമലി എൻ്റെ മാക്സിനെ ചൊറിയാൻ പോയി. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും അവൻ അവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ സൗണ്ട് കാരണം എനിക്കിവിടെ ഒരു വ്ളോഗിൽ റെക്കോർഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. എപ്പോൾ നോക്കിയാലും അതിൻ്റെ വായിൽ ഞാൻ വല്ല സെലോ ടേപ്പ് പൊട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഒന്നല്ലെങ്കിൽ കടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കുറച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ പട്ടിക്ക് പിന്നെ വേറെ എന്ത് കഴിവല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ബിഗ് ബോസ് തുടങ്ങാറായിരുന്നു. അത് കാണാനുള്ള പ്രേക്ഷകരാണ് ഇവരൊക്കെ. ഞങ്ങളിങ്ങനെ പറയായിരുന്നു ആരൊക്കെ വരാമെന്ന്. വന്ന ആൾക്കാരെ കണ്ടിട്ട് ഉള്ള മൂടൊക്കെ എൻ്റെ പോയി. ഞാൻ ചിലപ്പോൾ ഇനി ബിഗ് ബോസ് കാണില്ല.